സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ വസന്തകാലമാണൊരുത്സവം നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ അല്ല, കാട്ടിലൊക്കെ പോയി താമസിക്കാൻ പേടിയാവില്ല ചെല്ലപ്പ? അതിന് ആരാ കാട്ടിൽ താമസിക്കണത്? അല്ല, ചെല്ലപ്പൻ പറഞ്ഞില്ലേ ആദ്യം വലിയ കാട്ടിലൊക്കെ പോയി കൊച്ചങ്കന്നിൻ്റെ കൂടെയൊക്കെ താമസിച്ചു. കാട്ടുജാതിക്കാരെ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാ. എന്തെങ്കിലും പറഞ്ഞാ നീ അത് തന്നെ വിചാരിച്ചിരിക്ക? കാട്ടിലെ ആൾക്കാരെയൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്, അതാ എനിക്ക് കേൾക്കാൻ ഇഷ്ടം. ഞാനങ്ങനെ അടുത്തുപോയി കണ്ടതൊന്നുമല്ല അവരെ. കണ്ടാ അവര് കൊല്ലും. വിഷം പുരട്ടിയ അമ്പ അവരുടെ കയ്യില്. അയ്യോ, വിഷോ? ചെല്ലപ്പന് പേടിയായില്ലേ? ഞങ്ങള് പുറംകാട്ടില് ടെന്റ് കെട്ടി താമസിക്കുകയായിരുന്നു. അങ്ങോട്ട് ആദിവാസികളൊന്നും വരില്ല. ഓ, ഞാൻ ഈ കാട്ടുജാതിക്കാരുടെ കഥ കേൾക്കാൻ വന്നതാ. ഈ ചെല്ലപ്പന് ഒന്നും അറിഞ്ഞൂടാ. ഓ, നിനക്കറിയണോന്നുണ്ടെങ്കിൽ ചെന്ന് രഘുകുഞ്ഞിനോട് ചോദിച്ചാ മതി. ആദിവാസികളെ തല്ലി തോൽപ്പിച്ചതാ രഘുകുഞ്ഞ്. തല്ലിയോ? അതെന്തിനാ? പേടിയായില്ലേ? ഓ, രഘുകുഞ്ഞിന് പേടി എന്താണെന്നറിയോ? ആദിവാസികൾ കൂടി ഒരു പെണ്ണിനെ കൊല്ലാൻ തുടങ്ങുന്ന കണ്ടപ്പോ കുഞ്ഞി എന്ന് രക്ഷിച്ചതാ. ഏത് പെണ്ണ്? അല്ല, ഈ കാട്ടിലൊക്കെ പെണ്ണുങ്ങൾ പോവാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ധൈര്യം വേണ്ടേ? അതേത് പെണ്ണ്? ഏതോ ഒരു പെണ്ണ് കാടന്മാരെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അങ്ങാണ്ട് വന്നതാ. രഘുകുഞ്ഞ് രക്ഷിച്ച് ടെന്റിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ
ആദിവാസികളൊക്കെ പാടെ കൂടി കൊന്നു തിന്നേനെ. അപ്പൊ അങ്ങനെയാണ് സംഭവം. കൊന്നേനെ ചിറ്റേ. ആദിവാസികളൊക്കെ കൂടി കൊന്നു തിന്നേനെ എന്നെ. ആ സമയത്ത് ദൈവത്തെ പോലെ വന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. ഒറ്റയ്ക്ക് അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോയ തന്നെ തെറ്റല്ലേ? എന്ത് ധൈര്യത്തിലാ നീ? ചിറ്റേ, റിസർച്ചിന്റെ ഭാഗമായിട്ട് മാത്രം പോയതല്ല ഞാൻ. തീസീസിന് ട്രൈബ്സിനെ വിഷയമാക്കിയപ്പോ തന്നെ അഡ്വഞ്ചേഴ്സിനെ ഫേസ് ചെയ്യാനൊരു ത്രില്ലായിരുന്നു. ഉൾക്കാടുകളിലേക്ക് അങ്ങനെ പോയിട്ടില്ലെങ്കിലും മുമ്പ് ചെന്നിടത്തൊക്കെ ആദിവാസികൾക്ക് നമ്മളെ ഭയമായിരുന്നു. പിന്നെ അടുക്കുമ്പോ ആ പേടി മാറി വല്ലാത്ത സ്നേഹവും. ആ ഒരു ധൈര്യം വെച്ച് പോയതാ ഞാൻ. എന്നാലും സ്റ്റേറ്റ് വിട്ടൊക്കെ പോകുമ്പോ സൂക്ഷിക്കണ്ടേ? സൂക്ഷിക്കണമായിരുന്നു. പക്ഷേ ഇല്ലത്തിന്റെ മാമൂലുകൾക്കിടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ വർഷങ്ങളായി കൂട്ടിൽ കിടന്നൊരു കിളിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലത്തെ അവസ്ഥയായിരുന്നു. ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ളൊരു ധൈര്യം എങ്ങനെയുണ്ടായി? ഏത് സാഹചര്യത്തിലും എന്നെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളൊരു ധാരണ കൂടി ഉണ്ടായിരുന്നു അതിന്റെ പിറകില്. അതാണ് തെറ്റിപ്പോയത്. രാമനല്ല, ശരിക്കും രാമനെ ആഗ്രഹിച്ചു പോയത് ഞാനാ. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ പറയുന്നത്. ഒരുപക്ഷെ എന്റെ അത്രയും മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ശുദ്ധിയുള്ള ആണിന്റെ മുന്നിൽ അതുവരെ എടുത്ത വ്രതശുദ്ധികളെല്ലാം മറക്കും നമ്മൾ പെണ്ണുങ്ങള്. ഇവളുടെ അച്ഛനോട് എനിക്കുള്ള ഇഷ്ടത്തിന് മുന്നില് ഇല്ലത്തുള്ള സകല ആചാരങ്ങളും മുട്ടുകുത്തിയില്ലേ? അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് അഹങ്കാരത്തോടു കൂടി തന്നെയാ ഞാൻ ജീവിച്ചത്. പെട്ടെന്ന് മരിച്ചപ്പോ തളർന്നുപോയി ഞാൻ. എന്നിട്ടും ധൈര്യം കൈവിട്ടില്ല. രണ്ടു മക്കളെയും അന്തസ്സോട് തന്നെയാണ് ഞാൻ വളർത്തിയത്. പക്ഷേ നകുലൻ വളരും തോറും എന്റെ ധൈര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഇപ്പോഴും നഗലേട്ടന് ഒരു വ്യത്യാസമില്ല, കൂടുതൽ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുക. നിർമ്മലയിടത്തെയും കുട്ടികളും ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചതല്ല, അവന്റെ തല്ലുകൊണ്ട് ദേഹം മുഴുവനും ചതഞ്ഞപ്പോ ഉപേക്ഷിച്ചു പോയതാ. അതവന് കൂടുതൽ സൗകര്യമായി. ഇപ്പൊ സദാസമയവും കള്ളും കഞ്ചാവുക. 4-5 ദിവസം കൂടുമ്പോ ഇടയ്ക്കൊന്ന് കേറി വരും. വന്നാ പിന്നെ ബഹളോ ഇവിടെ. നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുമ്പോ അവന് മാത്രമേ പേടിയുണ്ടായിരുന്നുള്ളൂ എനിക്ക്. എത്രയും പെട്ടെന്ന് നിന്റെ രാമനെ കണ്ടുപിടിക്കണം മോളെ. ഒരു തുണയില്ലാതെ നീ ഇവിടെ നിന്ന് ശരിയാവില്ല. അപ്പച്ചാ, അപ്പച്ചാ, മത്തായി കുട്ടി, എന്താടി? വിളിക്കേണ്ട രീതി വിളിച്ചപ്പോ റെസ്പോൺസ് ഉണ്ടായി. ദേ ഇപ്പൊ എന്ത് ചെയ്യുന്നു പറ. അതാ ഞാനും ആലോചിക്കുന്നത്. 500 നാളികേരത്തിന്റെ കണക്ക് കൂട്ടിയപ്പോ 50 രൂപ കുറവ്. ഹോ, 50 രൂപ ഞാൻ തരാം അപ്പച്ചന്. ഇപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇതിൽ ഏത് കുട്ടിക്ക് അബദ്ധം പറ്റിയത്? സീതാലക്ഷ്മിക്ക്, ദാ ഇവക്ക്. ആ കൊച്ചിന് എന്താ പറ്റിയേ? ഏതോ ആദിവാസി കാട്ടിൽ പോയി അബദ്ധം പറ്റി. തോന്നിയാസം അല്ലാതെന്താ? അങ്ങനെ തോന്നിയാസം കാണിക്കൊന്നുമില്ല സീത. പാവത്തിന് അബദ്ധം പറ്റിയതാ. എന്താ കുഞ്ഞെ? റിസർച്ചിനായിട്ട് കർണാടകയിലേക്ക് പോയതാ തുളസി. ശ്രീഹള്ളിയിൽ ഒരു ആദിവാസി കാട്ടില് കാട്ടുജാതിക്കാരെല്ലാം കൂടി ആക്രമിച്ചപ്പോ ഒരാൾ വന്ന് രക്ഷപ്പെടുത്തി. രക്ഷപ്പെടുത്തിയെന്ന് കരുതി അയാളുടെ കൂടെ താമസിക്കണം. ഇനി എന്ത് ചെയ്യും? ഗർഭിണിയല്ലേ, അനുഭവിക്കട്ടെ. ദേ മത്തായിക്കുട്ടി, ഇങ്ങനെ ദൈവദോഷം പറഞ്ഞിട്ടേ പള്ളി ചെന്ന് മുട്ടുകുത്തിയിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞേ. ഒരു സൊല്യൂഷനും ഇല്ല. അയാളുടെ പേര് നാടും ഒന്നും അറിയില്ലല്ലോ. അയ്യോ, പേര് പോലും അറിയില്ലേ? ഇല്ല, രാമനെന്ന് മാത്രമേ അവക്കറിയൂ. രാമനോ? ആ, സീതാലക്ഷ്മി അല്ലേ?
അപ്പൊ അവൻ മനഃപൂർവ്വം രാമനെന്ന് പറഞ്ഞ് പറ്റിച്ചതാ. എവിടെ പോയി അന്വേഷിക്കാനാ? കണ്ടു കിട്ടില്ല. സച്ചിദാനന്ദ, എനിക്ക് ബലമായ സംശയമുണ്ട്. ആ രാമനാണോ ഈ രഘുപതി രാമനെന്ന്? ഇത് സീതയെപ്പോലൊരു പെണ്ണ, ലക്ഷ്മിയെപ്പോലെ ഐശ്വര്യമുള്ള പെണ്ണ. എന്താ അവളുടെ പേര് പറഞ്ഞത്? സോഫി. അവളല്ല, മറ്റവള്, ആ ഗർഭം ഉണ്ടായവള്. അതിന്റെ പേര് സീതാന്നോ സീതാലക്ഷ്മിന്നോ ഏതാണ്ടാ. യെസ്, ഇതവള് തന്നെയാടോ. സീതയെ പോലുള്ളവൾ, ലക്ഷ്മിയെ പോലെ ഐശ്വര്യമുള്ളവൾ. ഒരു ദിവസം കൊണ്ട് രഘുരാമൻ ഒരു ജന്മത്തിന്റെ പ്രണയം സമ്മാനിച്ചിട്ട് കടന്നു കളഞ്ഞവൾ. അവളിപ്പോ ഗർഭിണിയാണ്. നമ്മുടെ ഊഹം ശരിയാണെങ്കിൽ അവളുടെ വയറ്റിൽ രഘുരാമന്റെ കുട്ടിയാണ്. ശരിയല്ലേ? ആണ്. ഗർഭം ഉണ്ടായപ്പോഴാണ് അവള് ചെറുക്കൻ അന്വേഷിച്ചു തുടങ്ങി. ഇപ്പം രണ്ടുപേരും തമ്മിൽ കണ്ടാൽ ഈ കല്യാണം പൊളിയും. നമുക്കങ്ങ് പൊളിച്ചാലോ സച്ചിദാനന്ദ? വേണ്ട. പൊന്മുട്ടയിടുന്ന താറാവിന്റെ കഴുത്തിന് തന്നെ പിടിക്കല്ലേ തുളസി നീ. രഘുരാമൻ കൃഷ്ണവേണിയെ തന്നെ കല്യാണം കഴിക്കണം. അപ്പൊ ഏതു സമയത്തും അവനെ പിടിച്ചു കെട്ടാൻ കരുത്തുള്ള നാഗാസ്ത്രവുമായി പുറത്തുണ്ടാവണം സീതാലക്ഷ്മിയും അവിടെ വീർത്തു വരുന്ന വയറും. അതിനു മുമ്പ് അറിഞ്ഞ കാര്യങ്ങളൊക്കെ തീർത്തും സത്യമാണോന്നറിയണം. ഈ സോഫിയുടെ വീട് കൃത്യമായിട്ട് അറിയില്ലേ തുളസിക്ക്? പിന്നെ അറിയാതെ. 5-6 മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ? അങ്ങോട്ട് പോണോ? പോണം. അതിനു മുമ്പ് ഒന്ന് ചൂണ്ടയിട്ട് നോക്കട്ടെ. ചിലപ്പോ രഘുരാമൻ കയറി അങ്ങ് കൊത്തിയാലോ? വണ്ടിയെടുത്ത് ലോകം ചുറ്റലാണോ നിന്റെ പണി? അതെന്താ? അല്ല, വണ്ടി കർണാടകയിലേതോ കാട്ടിലൊക്കെ പോയതുകൊണ്ട് ചില്ലറ പണിയുണ്ടെന്ന് പറയുന്നു ചെല്ലപ്പൻ. അതുണ്ടാവും. കാടെന്ന് പറഞ്ഞാ വഴിവെട്ടി കേറിപ്പോവേണ്ട ഉൾക്കാടായിരുന്നു ശ്രീഹള്ളി. അക്രമികളായ ആദിവാസികളുള്ള കാട്. അവിടേക്ക് എന്തിനു പോയതാ നീ? അങ്ങോട്ടേക്കായിട്ട് പോയതൊന്നുമല്ല, പക്ഷെ ചെന്ന് വിട്ടത് അവിടെയാ. പിന്നെ പെട്ടെന്ന് ആ അറ്റ്മോസ്ഫിയർ വിട്ടു പോരാനും തോന്നിയില്ല. അതെന്താ? കണ്ടാ കൊള്ളാവുന്ന ആദിവാസി പെമ്പിള്ളാരും എല്ലാവരും ഉണ്ടായിരുന്നോ? പെമ്പിള്ളാരെ കണ്ടാ മനസ്സിളകി പോകുന്ന പ്രായമാണോടാ എന്റേത്? നല്ല കുട്ടികളെ കണ്ട ആരുടെ മനസ്സ് ഇളകി പോവും. നീ പണ്ട് പറഞ്ഞതുപോലെ സീതയെ പോലൊരു പെണ്ണ്, ലക്ഷ്മിയെ പോലെ ഐശ്വര്യമുള്ള പെണ്ണ്. അല്ല, അങ്ങനെ ആരെങ്കിലും കണ്ടു കാണുമെന്ന് വിചാരിച്ചു. എന്താ നിന്റെ മുഖം മാറിയത്? ഒന്നുമില്ല. പലപ്പോഴും നീ എന്റെ മനസ്സിൽ കയറി നിന്ന് സംസാരിക്കുന്നു. സോ മറുപടി ഇല്ലാത്ത ചോദ്യങ്ങളുമുണ്ട്. നീ പോ, ചെല്ല്. നിന്നെ എനിക്കറിയാൻ രഘു. ശരിക്കും എനിക്ക് നിന്നെ അറിയൂ. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ ചെല്ല്.
അച്ഛാ ഉം, അച്ഛാ എന്താ മതി രാത്രി ഒന്ന് പത്രം വായിക്കുന്നു. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. പറ, എന്താ കാര്യം? ഒന്നുമില്ല അച്ഛാ. കല്യാണം അടുക്കും തോറും എനിക്കൊരു ടെൻഷൻ. ഓ, അത്രേ ഉള്ളോ? അച്ഛന് നിസാര. വേറൊരു വീട്ടിലേക്ക് പോവല്ലേ ഞാൻ. ആ, അതിനെന്താ? നല്ല മനുഷ്യരല്ലേ അവരൊക്കെ. അച്ഛന് ശരിക്കും രഘുവേട്ടന് ഇഷ്ടായോ? എനിക്കല്ലല്ലോ, നിനക്കല്ലേ ഇഷ്ടമാവേണ്ടത്. ഇഷ്ടായി. എനിക്ക് ഒരുപാട് ഇഷ്ടായി. ശരിക്കും ഇങ്ങനൊരാളായിരുന്നു എന്റെ മനസ്സിൽ. ഇത്തിരി ദേഷ്യവും ഒരുപാട് സ്നേഹമുള്ള ഒരാള്. ഒരുപാട് സ്നേഹമുണ്ടെന്നൊക്കെ ഇപ്പോഴേ ഉറപ്പിച്ചോ നീ? എനിക്ക് വിശ്വാസമുണ്ട്. രഘുവേട്ടന്റെ മനസ്സിൽ ഞാനേ ഉണ്ടാവൂ. എന്റെ മനസ്സിൽ രഘുവേട്ടനും. രഘുരാമന്റെ മനസ്സിൽ അങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് അറിയണ്ടേ തുളസി? പിന്നെ അറിയണ്ടേ? അതും കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കൂട്ടുകാരി ആവുമ്പോൾ പ്രത്യേകം നമ്മൾ അറിയണം. അതെ, നീ പറഞ്ഞതും ചെല്ലപ്പൻ പറഞ്ഞതും കൂട്ടി വായിക്കുമ്പോൾ സീതാലക്ഷ്മിയുമായി നല്ലതല്ലാത്തൊരു ബന്ധമുണ്ടായിട്ടുണ്ട് രഘുരാമന്. പിന്നെ ഞാൻ ചോദിച്ചപ്പോഴുള്ള അവന്റെ അർത്ഥമൗനങ്ങൾക്കിടയിൽ ഒരുപാട് വരികൾ വിട്ടുപോയിട്ടുണ്ട് തുളസി. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ രഘുരാമൻ മൗനം കൊണ്ട് വിഴുങ്ങിയ വരികളിൽ ഗർഭമെന്ന 3 അക്ഷരം ഇരുന്ന് പല്ലിളിക്കുന്നുണ്ട്. എന്നുവെച്ചാ സംശയിക്കേണ്ട. സീതാലക്ഷ്മി ഗർഭിണിയാണെങ്കിൽ 99% ആ ഗർഭം അവൾ അന്വേഷിക്കുന്ന രാമന്റേത് തന്നെയാണ്. സാക്ഷാൽ രഘുപതി രാമന്റേത്. ഈ കള്ള കഴിവരുടെ മോന്റെ കുഞ്ഞ് അങ്ങനാണെങ്കി തൊട്ടില് കെട്ടി ഒരാട്ടാട്ടും തുളസി ഞാൻ. നാളെ നേരം വെളുക്കുമ്പോൾ പോണം. നീ പണ്ട് വേലയ്ക്ക് നിന്ന വീട്ടിലെ അവിടുന്ന് പൊക്കാൻ സംഗതിയുടെ സത്യാവസ്ഥ. അയ്യോ, അതങ്ങ് ഏറ്റുമാനൂരാ വീട്. ഏത് ഗോകർണത്തായാലും പോവും നമ്മള്. ഒന്ന് ആലോചിച്ചു നോക്കൂ തുളസി. നീയെ ഒരവസരത്തിന് വേണ്ടി സച്ചിദാനന്ദ തപസ് ചെയ്തപ്പോ ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഗർഭത്തിന്റെ രൂപത്തില്. കലികാലത്തിന്റെ ഒരു പോക്കേ. അച്യുതൻ സാറൊന്ന് ശ്രമിച്ചാ രാമനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മനഃപൂർവ്വം വേണ്ടെന്ന് വച്ചിട്ടാ. മോളിതെന്താ ഈ പറയുന്നത്? ഞാനിവിടെ തലകുത്തി നിന്നാലും ഊരും പേരും ഇല്ലാത്ത ഒരാളിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എങ്കിലും മോൾ അവന്റെ ഒരു ഫോട്ടോയെങ്കിലും കൊടുത്താ. അതിന് ഫോട്ടോ വേണ്ടേ? കണ്ടോ, പിന്നെ ഞാനെന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട. എന്നെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞ പോരെ. നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നൊരു മാർഗമുണ്ട്. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നേ ഉള്ളൂ. അറിയാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം. കഴിയുമെങ്കിൽ ഈ കുട്ടിയുടെ ഒരു ഫോട്ടോയും കൂടെ കൊടുക്കാം. പത്രം വായിച്ചിട്ടെങ്ങണം ഈ പറഞ്ഞ രാമൻ അന്വേഷിച്ചു വന്നാലോ? വരും. ലച്ചുവിന്റെ ഫോട്ടോ കണ്ട എവിടെയാണെങ്കിലും അയാള് വരും. പറ്റിച്ചിട്ട് പോയതല്ലെങ്കിൽ ദേ, കരുനാക്ക് വളച്ചൊന്നും പറയാതിരിക്കെ. പറ്റിച്ചിട്ട് പോയതൊന്നുമല്ല. ഇത് പറ്റിച്ചിട്ട് പോയത് തന്നെയാ. അല്ലെങ്കിൽ അവ പേരെങ്കിലും പറയില്ല ആ കൊച്ചിനോട്. അല്ല, നിങ്ങളെന്താ തുളസീധര ഇത് അന്വേഷിച്ചു വരാൻ കാരണം? അത് പിന്നെ ഞാൻ അവിടെ ഇവിടെ നിന്നിട്ട് പോയതുകൊണ്ട് അത് ഇവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോ 100 നാവാ തുളസിക്ക്. പറഞ്ഞു വന്നപ്പോ സോഫിയുടെ കൂട്ടുകാരുടെ അവസ്ഥയും പറഞ്ഞു. എന്താ കുട്ടിയുടെ പേര്? സീതാലക്ഷ്മി. സീതാലക്ഷ്മി പോയ ശ്രീഹള്ളിക്കടുത്ത് എനിക്ക് നല്ല കുറച്ച് ബന്ധങ്ങളുണ്ട്. അവരോട് ചോദിച്ചാ ഒരുപക്ഷെ രാമനെ കണ്ടുപിടിക്കാൻ പറ്റും. അറിയാവുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്നോടൊന്ന് പറയാമോ? എനിക്ക് സഹായിക്കാൻ പറ്റും. ഞാൻ നിർബന്ധിച്ചിട്ടാ ഇദ്ദേഹം വന്ന്. വലിയ തിരക്കുള്ള ആളാ, എന്ത് സഹായവും ചെയ്യും. ഞാൻ പറയാം. എനിക്കറിയാവുന്നത് മുഴുവനും പറയാം. പക്ഷേ സീതാലക്ഷ്മിയെക്കുറിച്ച് എന്നേക്കാളും കൂടുതൽ അറിയാവുന്നത് കൃഷ്ണവേണിക്കാ. വേണിക്ക് അനിയത്തിയെ പോലെയാ സീതാലക്ഷ്മി. അറിയാവുന്നതെല്ലാം വച്ചിട്ട് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാൻ ലച്ചു. ഞാൻ നോക്കിയിട്ട് അതാ ഏറ്റവും നല്ല മാർഗം. അറിയാവുന്നതെന്ന് പറഞ്ഞ
ഒന്നും അറിഞ്ഞൂടല്ലോ നമുക്ക്, പേരും സ്ഥലവും ഒന്നും. വേണ്ട. പക്ഷേ ലച്ചുവിന്റെ ഫോട്ടോ കൊടുത്ത അത് കാണുമ്പോ അയാൾ തിരിച്ചറിയാതിരിക്കില്ലല്ലോ. പിന്നെ ഇവര് കണ്ടുമുട്ടിയ സ്ഥലം കൃത്യമായിട്ട് എഴുതാം. ശ്രീഹള്ളിയിൽ ആദിവാസികൾക്കിടയിൽ വെച്ച് സീതാലക്ഷ്മി കണ്ടുമുട്ടിയ രാമൻ ഒറ്റയാളല്ലേ ഉണ്ടാവൂ. അറിഞ്ഞ അയാൾ വരാതിരിക്കില്ലെന്ന് ലച്ചുന് നല്ല ഉറപ്പുണ്ടല്ലോ. ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ എന്താ തെറ്റ്? നീ എന്തൊന്നും പറയാത്തത്? ശ്രമിക്കാം കൃഷ്ണേച്ചി. ഏതു വഴിക്ക് ശ്രമിച്ചിട്ടായാലും രാമനെ ഒന്ന് കണ്ടുകിട്ടിയാൽ മതി എനിക്ക്. എന്നാ അങ്ങനെ എന്തെങ്കിലും ഉടനെ ചെയ്യാം മോളെ. എന്തായാലും അയാൾ ഈ നാട്ടിലുണ്ടാവുമല്ലോ. ഇതേതാ ഒരു പുതിയ അവതാരം? തള്ള ഇവിടെ വല്ല ഹോസ്റ്റൽ നടത്താൻ തീരുമാനിച്ചോ? അത് സീതയുടെ കൂട്ടുകാരിയാ, കൃഷ്ണവേണി. ആ മനസ്സിലായി. പടിയടച്ചിറക്കി വിട്ടപ്പോ പിടിച്ചുകൊണ്ടുപോയി സംരക്ഷിച്ച നീയാ അല്ലേ? അല്ല, ഇപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം എന്താ? സീതയുടെ ചെറുക്കനെ അന്വേഷിച്ച് പത്രത്തിലൊരു പരസ്യം കൊടുക്കാൻ തോന്നി, അത് പറയാൻ വന്നതാ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവൻ പോയ പോക്ക. നാളികേരം ആവുന്നതിന് മുമ്പ് കരിക്ക് തിന്നേച്ച് പോയവൻ ഇനി ചകിരി അന്വേഷിച്ചു വരുവോ? നീ പേറും പറപ്പുമായിട്ട് എന്റെ കൂടെ ഞാൻ കൂടിക്ക പെണ്ണേ. രണ്ടാമതൊരു വെച്ച് സേവ ഉണ്ടാവുമെന്ന് എന്റെ ജാതകത്തിലുണ്ടേ. അങ്ങനെ രണ്ടാമത് മൂന്നാമതൊന്നും വേളി ആലോചിക്കേണ്ട അവസ്ഥയൊന്നുമില്ല ലച്ചുവിന്. വേളി വേണ്ടെങ്കി വേണ്ട, സംബന്ധം ആവാലോ. ആലോചിക്ക. അവസാനം ഞാൻ പറഞ്ഞത് തന്നെ നടക്കൂ. വയറിങ് വീർത്തു വരുമ്പോ കാര്യം പിടിച്ചാ കിട്ടാതാവില്ലേടി കൊച്ചേ. നിനക്കും വേണമെങ്കിൽ ഇവിടെ കൂടാ. അകത്ത് മുറി ഒഴിവുണ്ട്.